ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് കേരള രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും പുതിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കേസിൽ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഈ ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നു. വരുന്ന 2 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ നീക്കം. വിശ്വസ്തരായ ഭക്തരുടെയും പൊതുസമൂഹത്തിന്റെയും കണ്ണിൽ പൊടിയിട്ട് ശബരിമലയിൽ നടന്ന ഈ ക്രമക്കേടിന്റെ ഓരോ ഘട്ടവും ശാസ്ത്രീയമായി ഇഴകിക്കീറി പരിശോധിക്കാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. 2025 ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ നടക്കുക. സാധാരണഗതിയിൽ പതിറ്റാണ്ടുകളോളം ഈടുനിൽക്കേണ്ട സ്വർണ്ണപ്പാളികൾ എന്തിനാണ് ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി അയച്ചെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വലിയ ദുരൂഹതയുണ്ട്. 2019 അത്യാധുനിക രീതിയിൽ സ്വർണം പൂശി തിരിച്ചെത്തിച്ച പാളികൾക്ക് വെറും 6 വർഷത്തിനുള്ളിൽ മങ്ങലേറ്റുവെന്നത് വിശ്വസനീയമല്ലെന്നാണ് വിദഗ്ധരുടെ പക്ഷം. 40 വർഷത്തെ ഗ്യാരണ്ടി ഉറപ്പു നൽകിയിരുന്ന ഈ പാളികൾ 2025 സെപ്റ്റംബറിൽ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ഇടപാടിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് സംശയിക്കുകയും ചെയ്യുന്നു. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ വിവരം സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിച്ചിരുന്നില്ല എന്നത് സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഈ അതീവ രഹസ്യമായ നീക്കത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഉണ്ണികൃഷ്ണ പോറ്റി എന്ന വ്യക്തിയാണ് സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണ്ണഭൂഷൺ കൊണ്ടുപോകുന്നതിന് പ്രധാനമായും മുൻകൈ എടുത്തത്. ഇതിനായി ദേവസ്വം ബോർഡിൽ നിന്ന് അവിശുദ്ധമായ ചർച്ചകളും ഔദ്യോഗിക ഫയലുകളുടെ നീക്കങ്ങളും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു. സ്വർണ്ണഭൂഷൺ കൊണ്ടുപോകുന്നതിന്റെ മറവിൽ യഥാർത്ഥ സ്വർണം കടത്തുകയും പകരം മാറ്റുകുറഞ്ഞ ലോഹങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. നേരത്തെയും PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അന്ന് തന്റെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തിയെന്നും ഇനി ഒരിക്കൽ കൂടി ഹാജരാകേണ്ടി വരില്ലെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും മറ്റു പ്രതികളിൽ നിന്ന് ലഭിച്ച പുതിയ വിവരങ്ങളും പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിലേക്ക് സൃഷ്ടിച്ചു. കേസിലെ മറ്റു പ്രതികളായ ഉണ്ണികൃഷ്ണ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെ തനിക്ക് നേരിട്ട് പരിചയമില്ലെന്നായിരുന്നു പ്രശാന്തിന്റെ ആദ്യ നിലപാട്. എന്നാൽ ഇവർ തമ്മിൽ പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടെന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് നടന്ന ഇത്തരം നിർണായകമായ ഇടപാടുകളിൽ അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു എന്നത് അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. ഈ കേസിൽ ഇതുവരെ 11 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ദേവസ്വം ബോർഡ് മുൻ അംഗവും CPI നേതാവുമായ KP ശങ്കരദാസിന്റെ അറസ്റ്റ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ആരോഗ്യ കാരണങ്ങളാൽ ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ അഭയം തേടിയ ശങ്കരദാസിനെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് വാർഡിലേക്ക് മാറ്റിയ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ശ്രദ്ധേയമായി. പത്മകുമാർ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് ശങ്കരദാസും പ്രശാന്തും ബോർഡിൽ നിർണായക പദവികൾ വഹിച്ചിരുന്നത്. ഇവരുടെ കാലത്ത് നടന്ന സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളുടെയും മിനിസ്ട്രികളിൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഓരോ ഫയലിലും ഒപ്പിട്ട ഉദ്യോഗസ്ഥരെയും ഭരണസമിതി അംഗങ്ങളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് SITയുടെ ഇപ്പോഴത്തെ നീക്കം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. ശ്രീകോവിലിൽ നിലവിൽ പതിപ്പിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവിലും സ്വർണ്ണ നിലവാരത്തിലും വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സമിതിയെയും നിയോഗിച്ചേക്കും. ഭക്തർ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി പുതിയ പാളികൾ നിർമ്മിച്ചപ്പോൾ അതിൽ വലിയ അളവ് സ്വർണം തട്ടിയെടുത്തു എന്നാണ് പ്രധാന ആരോപണം. ഇതിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തെ തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്ന് കരുതപ്പെടുന്നു. വരും ദിവസങ്ങളിൽ PS പ്രശാന്തിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ കേസിൽ 12ാമതൊരു പ്രതി ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിർണായകമാകും. അഴിമതിയുടെ കറപ്പുകൊണ്ട് ദേവസ്വം ഭരണസമിതിക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഭരണസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. ഈ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് നീങ്ങുന്നതോടെ ശബരിമലയിലെ ഈ വൻ കൊള്ളയുടെ മുഴുവൻ ചുരുളുകളും അഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.